സൗദി, ഒമാൻ, ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗദിയിൽ ദേശീയ ആരോഗ്യ സർവേ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 15 വയസ്സും അതിൽ കൂടുതലും പ്രായമുള്ളവരെയും നേരിൽ സന്ദർശിച്ചാണ് സൗദി ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് നടത്തുന്ന സർവേയിൽ ഉൾപ്പെടുത്തുന്നത്. സൗദി അറേബ്യയിലെ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരുടെ ആരോഗ്യനില, ആരോഗ്യ സംരക്ഷണ ആവശ്യങ്ങൾ, ആരോഗ്യ പെരുമാറ്റങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങളിലൂടെയുള്ള സർവേയിൽ നടക്കും. പൊതുജനാരോഗ്യ നയങ്ങൾ, തൊഴിൽ സേനയുടെ സുരക്ഷാ നടപടികൾ, ആരോഗ്യ സേവനങ്ങൾ എന്നിവയെ സമ്പുഷ്ടമാക്കുന്നതിന് ആരോഗ്യ സംബന്ധിയായ വിഷയങ്ങളുടെ വിശാല ശ്രേണിയിൽ ഡാറ്റ ശേഖരിക്കാനും വിശകലനം ചെയ്യാനും ഈ സമഗ്ര സർവേ ലക്ഷ്യമിടുന്നു. റോയൽ ഒമാൻ പോലീസ് വാഹന സാങ്കേതിക പരിശോധനാ സേവനങ്ങൾ നൽകുന്നതിന് സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകാൻ ഒരുങ്ങുന്നു. മാനദണ്ഡങ്ങൾ പാലിക്കുന്ന സ്ഥാപനങ്ങൾക്ക് പരിശോധനാ അനുമതി നൽകും. പോലീസ് ആൻഡ് കസ്റ്റംസ് ജനറൽ ഇൻസ്പെക്ടർ ലഫ്റ്റനന്റ് ജനറൽ ഹസൻ മോസിൻ അൽ ഷെർക്കിയാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത്. സേവന വ്യവസ്ഥയെ നിയന്ത്രിക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. സ്വകാര്യ സ്ഥാപനങ്ങൾ ഒമാനികളുടെ പൂർണ്ണ ഉടമസ്ഥതയിലായിരിക്കുകയും ബന്ധപ്പെട്ട അതോറിറ്റിയിൽ നിന്നുള്ള അംഗീകാരങ്ങളും ആവശ്യകതകളും പാലിക്കുകയും ചെയ്യുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകുമെന്ന് ആർഒപി വ്യക്തമാക്കി. സാങ്കേതിക പരിശോധനകൾക്കുള്ള പ്രത്യേക യോഗ്യതകൾ ഇനി പറയുന്നു. ഒരു അംഗീകൃത ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ ഒമാനി പൗരന്മാരായിരിക്കണം. ശാരീരിക ക്ഷമതയും സാങ്കേതിക പരിശോധനാ കോഴ്സ് പൂർത്തിയാക്കുകയും വേണം. ഒമാനി യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും രാജ്യവ്യാപകമായി അതിൻ്റെ വ്യാപനം വർദ്ധിപ്പിക്കുന്നതിനും ഈ സംരംഭം സഹായിക്കുമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. ഒമാനിലുടനീളം സ്വകാര്യ കമ്പനികളുമായി സഹകരിച്ച് പുതിയ വാഹന പരിശോധനാ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിലൂടെ ദിവസത്തിലുടനീളം വാഹന ഉടമകൾക്ക് പരിശോധനാ സൗകര്യം ലഭ്യമാകും. ഇതുവഴി കൂടുതൽ സ്വദേശികൾക്ക് തൊഴിലവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും. ജീവനക്കാരുടെ കുറവിനെ തുടർന്ന് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വിമാനങ്ങൾ റദ്ദാക്കി. ഇന്നലെ രാത്രി 11:10 കരിപ്പൂരിൽ നിന്നും മസ്കറ്റിലേക്കുള്ള വിമാനവും ഇന്ന് രാവിലെ 7:10 മസ്കറ്റിൽ നിന്നും കോഴിക്കോട് വിമാനത്താവളത്തിൽ എത്തിച്ചേരേണ്ട വിമാനവുമാണ് റദ്ദാക്കിയത്. ഒരു മാസത്തിനിടെ നിരവധി തവണയാണ് മസ്കറ്റ് സെക്ടറിൽ മാത്രം വിമാനങ്ങൾ റദ്ദാക്കിയത്. പല സർവീസുകളും വൈകി പുറപ്പെടുകയും ചെയ്തു. അവധിക്കാലത്തും യാത്രക്കാർക്ക് ദുരിതം നൽകുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ് തുടരുകയാണ്. വിമാനത്താവളത്തിലെത്തിയ ശേഷം മാത്രമാണ് യാത്രക്കാരിൽ പലരും സർവീസ് റദ്ദാക്കുന്നതും വൈകുന്നതും അറിയുന്നത്. ടിക്കറ്റ് എടുക്കുന്ന ട്രാവൽ ഏജൻസികൾ പലപ്പോഴും യാത്രക്കാരെ വിമാന സമയമാറ്റം അറിയിക്കാറുണ്ടെങ്കിലും ചിലപ്പോൾ ഇതിലും വീഴ്ച വരുന്നു. എന്നാൽ വെബ്സൈറ്റുകളിൽ നിന്നും നേരിട്ട് ടിക്കറ്റ് എടുക്കുന്ന യാത്രക്കാർക്ക് ഈ സൗകര്യവും ലഭിക്കില്ല. നേരിട്ട് മെയിൽ വഴിയോ SMS വഴിയോ അറിയിപ്പ് ലഭിച്ചാൽ മാത്രമേ ഇവർ അറിയുകയുള്ളൂ. വടക്കൻ ഷെർക്കിയ ഗവർണറേറ്റിൽ തൊഴിൽ താമസ നിയമങ്ങൾ ലംഘിച്ച പ്രവാസികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. 31 പേരെയാണ് ഷെർക്കിയ പോലീസ് കമാൻഡ് പിടികൂടിയത്. പ്രതികൾ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യക്കാരാണ്. ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും പോലീസ് അറിയിച്ചു. തൊഴിൽ താമസ നിയമങ്ങൾ ലംഘിച്ച് രാജ്യത്ത് കഴിയുന്നവരെ പിടികൂടുന്നതിന് തൊഴിൽ മന്ത്രാലയവും ആർഒപിയും പരിശോധന തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ ഗവർണറേറ്റുകളിലാണ് പരിശോധന നടന്നത്. ഇത്തരക്കാർക്ക് സൗകര്യമൊരുക്കുന്നതും നിയമലംഘനമാണ്. ഡെങ്കിപ്പനി അടക്കമുള്ള പല ഗുരുതര രോഗങ്ങൾക്കും കാരണമാകുന്ന ഈഡിസ് ഈജിപ്തി കൊതുകിനെ തുരത്താനുള്ള നടപടികൾ ബുറൈമി മുനിസിപ്പാലിറ്റി ആരംഭിച്ചു. കൊതുകിനെ തുരത്താൻ മുനിസിപ്പാലിറ്റി സംഘം താമസ കേന്ദ്രങ്ങളിലും വാണിജ്യ കെട്ടിടങ്ങളിലും ഉൾപ്പെടെ അണുനശീകരണം തുടരുകയാണ്. കൊതുകിനെ തുരത്താനുള്ള പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കാൻ എല്ലാവരും കൈകോർക്കണമെന്നും അറിയിച്ചു. കിംവദന്തികൾ പരത്തരുതെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു. കവലകളും ഗ്രാമങ്ങളും കേന്ദ്രീകരിച്ചാണ് മുനിസിപ്പാലിറ്റി സംഘങ്ങളുടെ കൊതുക് തുരത്തൽ പ്രവർത്തനം. പുലർച്ചെ മുതൽ ആരംഭിക്കുന്ന കൊതുക് നശീകരണം രാത്രിയിലും തുടരും. കൊതുകിനെയും അത് പെറ്റുപെരുകുന്ന ഉറവിടങ്ങളെയും നശിപ്പിക്കുകയാണ് പ്രധാന ലക്ഷ്യം. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് കൊതുകുകൾ മുട്ടയിടുക. ദിവസങ്ങൾക്കകം മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങളുണ്ടാകും. മഞ്ഞപ്പനി, സിക്ക വൈറസ് അടക്കമുള്ള മാരക രോഗങ്ങൾക്കും ഇവ കാരണമാകും. തെർമൽ കോൾ ഫോഗിംഗ് മെഷീനുകൾ, പൈറത്രോയിഡിംഗ് പെസ്റ്റിസൈഡ്സ്, സിലിക്കൺ ഓയിൽ തുടങ്ങിയവയാണ് ജീവനക്കാർ പ്രയോഗിക്കുക. ലോകാരോഗ്യ സംഘടന അനുവദിച്ചതാണ് ഇവയെല്ലാം. ഒമാൻ കനത്ത വേനൽ ചൂടിലേക്ക് കടന്നു പോകുകയാണ്. ഉഷ്ണത്തെ പ്രതിരോധിക്കാൻ വൈദ്യുതി ജല ഉപയോഗവും കൂടുന്നതോടെ ജീവിത ബജറ്റുകൾ താളം തെറ്റും.
കീശക്കാലിയാകുന്ന ഷോക്കിംഗ് ബിൽ ലഭിക്കാതിരിക്കാൻ മുൻകരുതൽ സ്വീകരിക്കുകയാണ് ഉപയോക്താക്കൾ. അധികൃതർ നേരത്തെ നിർദ്ദേശിച്ച അധിക ബില്ലിൽ നിന്നുള്ള സംരക്ഷണ നടപടികളും ആളുകൾ സ്വീകരിച്ചു വരുന്നു. അതേസമയം ഒമാനിൽ വേനൽക്കാല മാസങ്ങളിലെ വൈദ്യുതി നിരക്കുകൾ കുറയ്ക്കാൻ പബ്ലിക് സർവീസസ് റെഗുലേറ്ററി അതോറിറ്റി തീരുമാനിച്ചിരുന്നു. ഓഗസ്റ്റ് വരെയുള്ള കാലയളവിലേക്കാണ് ഇളവ്. താമസ കെട്ടിടങ്ങളിലെ ബേസിക് അക്കൗണ്ടുകൾക്ക് മാത്രമാണ് ഇളവ് ലഭിക്കുക. പ്രവാസികൾക്ക് സ്വന്തം പേരിലുള്ള അക്കൗണ്ടുകൾക്കും ഒമാനിയുടെ പേരിലുള്ള ആദ്യ അക്കൗണ്ടിനും മാത്രമായിരിക്കും നിരക്കിളവ്. ഈ വർഷം ബേസിക് വിഭാഗത്തിലെ ഉപഭോക്താക്കളിൽ മെയ് മാസത്തിൽ 0 മുതൽ 4000 കിലോവാട്ട് വരെ ഉപയോഗിച്ചവർക്ക് 15%, 4001 കിലോവാട്ട് മുതൽ 6000 കിലോവാട്ട് വരെ ഉപയോഗിച്ചവർക്ക് 10%മാണ് ഇളവ് ലഭിക്കുക. എന്നാൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ 0 മുതൽ 4000 കിലോവാട്ട് വരെ ഉപയോഗിക്കുന്നവർക്ക് 20%, 4001 കിലോവാട്ട് മുതൽ 6000 കിലോവാട്ട് വരെ ഉപയോഗിക്കുന്നവർക്ക് 15% ഇളവ് ലഭിക്കും. രാജ്യത്ത് പ്ലാസ്റ്റിക് ഷോപ്പിംഗ് ബാഗുകളുടെ ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കുന്ന നടപടികൾ ഇന്നു മുതൽ ആരംഭിക്കും. ആദ്യഘട്ടത്തിൽ ഫാർമസികളിലും ആശുപത്രികളിലും ക്ലിനിക്കുകളിലും പ്ലാസ്റ്റിക് നിരോധനം പ്രാബല്യത്തിൽ വരും. നിയമലംഘകർക്ക് 50 റിയാൽ മുതൽ 1000 റിയാൽ വരെ പിഴ ശിക്ഷ ലഭിക്കും. കുറ്റം ആവർത്തിക്കുന്നവരുടെ മേൽ പിഴ ഇരട്ടിയാക്കുമെന്നും ഒമാൻ പരിസ്ഥിതി വിഭാഗം അറിയിച്ചു. പരിസ്ഥിതിയെ മലിനീകരണത്തിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനും പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനുമായാണ് പ്ലാസ്റ്റിക് നിരോധനമെന്ന് പരിസ്ഥിതി വിഭാഗം വ്യക്തമാക്കി. രാജകീയ ഉത്തരവിൻ്റെയും മന്ത്രിതല തീരുമാനത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് തീരുമാനം. നേരത്തെ പ്രാബല്യത്തിൽ വന്ന നിയമത്തിൻ്റെ തുടർച്ചയാണ് പുതിയ നടപടി. ഘട്ടം ഘട്ടമായാണ് പ്ലാസ്റ്റിക് ബാഗുകൾ ഇല്ലാതാക്കുക. 2027 ജൂലൈ 1 പൂർണ്ണമായും പ്ലാസ്റ്റിക് ഷോപ്പിംഗ് ബാഗുകൾ ഇല്ലാത്ത രാജ്യമായി ഒമാൻ മാറും. വാണിജ്യ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കുമെല്ലാം ഉത്തരവ് ബാധകമാണ്. വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ സോഹർ വിലായത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന് തീപിടിച്ചു. സുവൈറ പ്രദേശത്ത് പ്രധാന പാതയിൽ ഇന്നലെ രാവിലെയാണ് സംഭവം. അപകടത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അറിയിച്ചു. വാഹനത്തിന്റെ മുൻഭാഗത്തു നിന്നും പുക ഉയരുകയും മറ്റു ഭാഗങ്ങളിലേക്ക് പടരുകയുമായിരുന്നു. അഗ്നിശമന സേനയെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. മയക്കുമരുന്നിനെതിരെ ബോധവൽക്കരണവുമായി ദോഫാറിലെ ധാക്ക വിലായത്തിലുള്ള ഒമാനി വിമൻസ് അസോസിയേഷൻ ആസ്ഥാനത്ത് സെമിനാർ സംഘടിപ്പിച്ചു. ഹെൽത്ത് കമ്മിറ്റിയുടെ സഹകരണത്തോടെ ദോഫാർ ഗവർണറേറ്റിലെ സോഷ്യൽ ഡെവലപ്മെന്റ് ഡയറക്ടറേറ്റ് ജനറൽ സംഘടിപ്പിച്ച സെമിനാർ മയക്കുമരുന്ന് ദുരുപയോഗത്തെ ചെറുക്കുന്നതിനും അതിൻ്റെ അപകടങ്ങളെക്കുറിച്ച് കുടുംബങ്ങളെ ബോധവൽക്കരിക്കുന്നതിലും കമ്മ്യൂണിറ്റി പ്രവർത്തനങ്ങളെയും ബന്ധപ്പെട്ട അധികാരികളെയും ഒന്നിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ളതായിരുന്നു. വിവിധ തരം മയക്കുമരുന്നുകളുടെ അപകടങ്ങളെയും ആസക്തിയുടെ അനന്തരഫലങ്ങളെയും കുറിച്ച് ഹെൽത്ത് നഴ്സായ അഹമ്മദ് ബിൻ മുസ്ലിം തബൂക്ക് പ്രബന്ധം അവതരിപ്പിച്ചു. ദേശീയ സമിതിയുടെ നേട്ടങ്ങൾ, ചികിത്സാ സേവനങ്ങൾ, മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ പ്രതിരോധ നടപടികൾ എന്നിവയും അദ്ദേഹം വിശദീകരിച്ചു. ലഹരി ഉപയോഗത്തിൻ്റെ അപകടങ്ങളും പ്രത്യാഘാതങ്ങളും വ്യക്തമാക്കുന്ന മോഡലുകൾ പ്രദർശിപ്പിക്കുന്ന റോയൽ ഒമാൻ പോലീസിൻ്റെ മൊബൈൽ എക്സിബിഷനും പരിപാടിയിൽ ഉണ്ടായിരുന്നു. ധാക്ക വാലി ഷെയ്ഖ് താരിഖ് ബിൻ ഖാലിദ് അൽ ഹിനാനിയുടെ നേതൃത്വത്തിലായിരുന്നു സെമിനാർ. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.